നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദ്രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ എഐക്ക് എത്ര വലിയ വലിപ്പമുണ്ട്? തീർച്ചയായിട്ടും നാം ഓർക്കണം, വ്യാവസായിക വിപ്ലവ കാലത്ത്, അതായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അന്ന് ഏറ്റവും പ്രമുഖമായിരുന്നു കുതിരയും കുതിരവണ്ടികളും. കുതിര വളരെ ചടുലമായിട്ട് നമ്മളെ കൊണ്ടുപോകും, നമ്മളെ അറിയാം, നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു. പക്ഷേ എന്തു പറ്റി? മനുഷ്യൻ്റെ ശീഘ്രമായ ഓട്ടത്തിന് പിന്നിൽ കുതിരകൾ തോറ്റുപോയി. കാറുകൾ വന്നു, മെഷീൻസ് വന്നപ്പം നമ്മുടെ കൃത്യമായി നമ്മളെ വേഗത്തിൽ എവിടെയെങ്കിലും എത്തിക്കുവാനുള്ള ആ കർമ്മം കുതിരകളെക്കാൾ നന്നായിട്ട് കാറുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതാണ് മെഷീൻസിൻ്റെ ശക്തി. ഇത് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വാസ്തവം പറഞ്ഞാൽ രോഗനിർണയ രംഗത്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രാമുഖ്യം. ദ പ്രെഡിക്റ്റീവ് ഹെൽത്ത് കെയർ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാളുടെ ഹൃദയ ആരോഗ്യത്തിൻ്റെ അവസ്ഥ കൃത്യം പഠിച്ച്, ശാസ്ത്രീയമായി, ജനിതകപരമായി, രസതന്ത്രപരമായി പഠിച്ച് ആ ആൾക്ക് ഭാവിയിൽ എത്രയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രിഡിക്റ്റ് ചെയ്യുന്ന, അന്ന് പ്രവചിക്കുന്ന ഒരു 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 പ്രസ്ഥാനമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ അഭൂതപൂർവമായ വിജയം അതുതന്നെയാണ്. നമ്മളിപ്പോൾ ഒരു റേഡിയോളജിയിൽ തന്നെ നമ്മളിപ്പോൾ ഒരു രോഗി കൊണ്ടുവരുന്നു. ആ രോഗിക്ക് MRI അല്ലെങ്കിൽ CT സ്കാൻ എടുക്കുന്നു. അതിൻ്റെ രോഗനിർണയം റേഡിയോളജിസ്റ്റുകളും AI-യുമായിട്ട് തുലനം ചെയ്തപ്പോൾ AI വളരെ കൃത്യമായി ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ വാസ്തവത്തിൽ AI പലരും, പ്രത്യേകിച്ച് ഹൃദ്രോഗത്തിൻ്റെ കാര്യമെടുത്താൽ ECG, ട്രെഡ്മില്ല്, ആൻജിയോഗ്രഫി, ഈ വക എല്ലാ തരത്തിലുള്ള പരിശോധന രംഗങ്ങളിലും AI വളരെ കൃത്യതയോടെ മനുഷ്യ ശരീരത്തിന് പറ്റാതെ, സുന്ദർ പിച്ചെ, ഗൂഗിളിൻ്റെ CEO ആയ സുന്ദർ പിച്ചെ പറഞ്ഞ എന്താണ്? നിങ്ങളുടെ റെറ്റിന പടലം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഹൃദ്രോഗത്തെപ്പറ്റി പ്രവചിക്കാൻ പറ്റുമെന്ന് AIക്ക് പറ്റുമെന്നാണ് പറഞ്ഞത്. നേത്രപടലത്തിലെ രക്തധമനികളിൽ ഉണ്ടാകുന്ന ഘടനാപരമായ പരിവർത്തനങ്ങൾ സൂക്ഷ്മമായി പഠിച്ച് അത് ഹൃദ്രോഗ സംബന്ധമായി നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വരാൻ ഭാവിയിൽ പറ്റുമോ എന്ന് വളരെ കൃത്യതയോടെ പറയാൻ പറ്റുമെന്ന് സുന്ദർ പിച്ചെ പറയുകയുണ്ടായി. AIയുടെ വിജയമാണെന്ന് ഓർക്കണം. അപ്പോൾ ഭാവിയിൽ പ്രിഡിക്റ്റീവ് ഹെൽത്ത് കെയർ, അതായത് നിങ്ങളുടെ അവസ്ഥ പഠിച്ച്, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ പഠിച്ച്, ജനിതകപരമായ, രസതന്ത്രപരമായ, ശാരീരികമായ, സ്വഭാവപരമായ എല്ലാം ഫീഡ് ചെയ്ത് കൊടുക്കണം എന്നർത്ഥം. ഡേറ്റ ഫീഡ് ചെയ്യണം, പഠിച്ച് നിങ്ങൾക്ക് ഹൃദ്രോഗം, സ്ട്രോക്ക്, മറവി രോഗം, പാർക്കിൻസൺസ്, ട്രെമർ എല്ലാം വരുമെന്ന് നല്ല കൃത്യതയോടെ AIക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്.